Hello everyone, this is Rifa and welcome to my channel. അപ്പോൾ 2025 കഴിയാറായി, ഇനി 2026ലേക്ക് കിടക്കുകയാണ്. അപ്പം വിഷൻ ബോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് ഇയർ ഞാനൊരു വിഷൻ ബോർഡ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു വിഷൻ ബോർഡാണ് ഞാൻ ചെയ്തത്. ഇത് ആക്ച്വലി ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള മെറ്റീരിയൽസും ഉള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്തൊരു വിഷൻ ബോർഡാണ്. ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ ആക്ച്വലി വിഷൻ ബോർഡ് ചെയ്യുന്നത്. ആൻഡ് ശരിക്കും നല്ലൊരു സംഭവമാണ് കേട്ടോ വിഷൻ ബോർഡ്. കാരണം ഞാനിപ്പോൾ ആ ഒരു വാൾപേപ്പർ നോക്കുമ്പോൾ അതിൽ ഫുള്ളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശരിക്കും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഇയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് വിഷൻ ബോർഡ്. സോ ഈ പ്രാവശ്യത്തെ ജേർണലിൽ പ്ലാനറിലത്തെ വിഷൻ ബോർഡ് ഇങ്ങനൊരു സ്പ്രെഡാണ്. അപ്പോൾ ബിഫോർ ഗോയിങ് ടു വിഷൻ ബോർഡ് ഞാൻ ആക്ച്വലി പ്ലാനർ കാണിക്കാം. ആൻഡ് ഈ ഇയറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ പ്ലാനറിലാണ് ഞാൻ വിഷൻ ബോർഡ് ചെയ്യുന്നത്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ ബ്രാൻഡിൽ ഒരു പ്ലാനർ ഇറക്കുക എന്നുള്ളത്. ആൻഡ് ഫൈനലി ഐ ഡിഡ് ദാറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പോൾ കുറേ ഒന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പ്ലാനർ കാണിക്കാം. ഫസ്റ്റ് ഇതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ കലണ്ടറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കലണ്ടർ ലിറ്റിൽ മൊമെൻറ്റ്സ് തീമിലായിരുന്നു നമ്മൾ കലണ്ടർ ഈ ഒരു വർഷം ഇറക്കിയിട്ടുള്ളത്. ആ സെയിം സീരീസിലേക്ക് വരുന്ന ഒരു പ്ലാനറായിട്ടാട്ടോ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ കലണ്ടറും പ്ലാനറൊക്കെ ഒരുമിച്ച് ഹാമ്പർ പോലെയൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പോലെ. മാത്രമല്ല എനിക്ക് ഈ ഒരു കളറിനോട് ഭയങ്കര ഒരു ഒബ്സെഷൻ തോന്നി ഇപ്രാവശ്യം. അപ്പോൾ സോഫ്റ്റ് കവറാണ് വരുന്നത്, സ്പൈറൽ ബൈൻഡറാണ്. ഫസ്റ്റ് ഒരു ബിലോങ്സ് ടു പേജ് ഉണ്ട്. ആൻഡ് വി ഹാവ് പ്രീവിയസ് ഇയർ പേജ്, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻസ് ഒക്കെ എഴുതാനുള്ള, അതായത് നമ്മൾ അപ്കമിങ് ഇയറിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, ബോഡിയിലെ കാര്യത്തിൽ, മൈൻഡ്, വർക്ക്, റിലേഷൻഷിപ്പിലൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാനുള്ളൊരു പേജസ് ഉണ്ട്. ആൻഡ് എ ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാർട്ടാട്ടോ എല്ലാ പ്ലാനറിലെയും. അതായത് നമ്മൾ ഈ ഇയർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡിസംബർ അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു ലെറ്റർ എഴുതും. അടുത്ത വർഷം ജാനുവരി ഓർ ഡിസംബർ 31 ജാനുവരി 1 ഓർ ഡിസംബർ 31 ഓപ്പൺ ചെയ്യാനുള്ളൊരു ലെറ്റർ പോലെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് ഞാൻ വരാം, കാരണം നമ്മൾ വിഷൻ ബോർഡിൻ്റെ കൂടെ ഇതും കൂടി ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്പ്രെഡ് ഉണ്ട്. ദെൻ ഗോൾസൊക്കെ നോട്ട് ഡൗൺ ചെയ്യാനൊരു പേജ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇയറിലുള്ള കംപ്ലീറ്റ് ഡേയ്സ് ടു റിമെമ്പർ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ ഒരു ബ്രെയിൻ ഡംപ്, നമുക്ക് റാൻഡമായിട്ട് വെറുതെ ബ്രെയിനിൽ വരുന്ന കുറേ ഐഡിയാസോ വറീസോ ഒക്കെ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്താൽ നമ്മളതൊരു റിലീഫാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിനൊരു ജസ്റ്റ് പേജ് ഉണ്ട്. ദെൻ വിഷൻ ബോർഡ് ഉണ്ട്. ദെൻ നാവിഗേറ്റ് ഗ്രോത്ത് ആൻഡ് ബ്ലോ യുവർ വറീസ് അവേ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓവർകം ചെയ്യാനുള്ള തിങ്സും അതുപോലെ നമ്മൾ ഈ വർഷം നമ്മൾ എംബ്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തിങ്സൊക്കെ നോട്ട് ഡൗൺ ചെയ്യാനൊരു പേജ് ഉണ്ട്. ദെൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സേവിങ്സ് ചാലഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ ഒരു വർഷം എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. അതിനു വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഓരോ ജാറും നമ്മൾ എത്ര രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഓരോ പ്രാവശ്യം ആ ഒരു രൂപ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മളിത് ടിക്ക് ചെയ്യാം. സോ ഒരു സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സ്പ്രെഡിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് പുറമെ ഒരു ആനുവൽ സേവിങ് ചാലഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ വീക്ക് ഏതാണെന്ന് എഴുതാം, അതിന് എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് എഴുതാം, കറണ്ട് ബാലൻസ് എത്ര. ഇതിപ്പോൾ വീക്ക് 2 എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് എത്ര. അങ്ങനെ നമുക്കൊരു ആനുവലി നമുക്കൊരു ഇൻകം, ഒരു സേവിങ്സ് കയ്യിൽ എത്താനുള്ള ഒരു ഒരു എയിം വെച്ചിട്ടുള്ള ഒരു ചാലഞ്ചാണിത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു മീ മൈസെൽഫ് ആൻഡ് ഐ സ്പ്രെഡാണ്. അതായത് നമ്മൾ തന്നെ ഒന്ന് അറിയുന്ന ഒരു സ്പ്രെഡ്. നമ്മളെ ഡ്രീംസ്, അത് നമ്മളെ പ്ലാൻസ്, നമ്മളെങ്ങനെ നമ്മളെ കെയർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നോട്ട് ഡൗൺ ചെയ്യാനുള്ളൊരു സ്പ്രെഡാട്ടോ.
പിന്നെ കുറച്ച് ലിസ്റ്റുകളാണ്. ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, വാച്ച് ലിസ്റ്റ് ഉണ്ട്, റീഡിങ് ലിസ്റ്റ്, സ്കിൽസ് ഐ വാണ്ട് ടു ലേൺ. നമുക്ക് ഈ ഒരു വർഷം പുതുതായിട്ട് ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്കിൽസ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. പിന്നെ ട്രാവൽ ലിസ്റ്റ്, റെസ്റ്റോറൻറ്റ് ലിസ്റ്റ്, ഇഫ് യു ആർ എ ഫുഡി, അങ്ങനെ. ദെൻ വി ഹാവ് മന്ത്ലി സ്പ്രെഡ്സ്, ലൈക്ക് ഓരോ മന്തും. സോ വൺ തിങ് ഈസ്, ഇതൊരു അൺഡേറ്റഡ് പ്ലാനറാണ്. അതുകൊണ്ട് തന്നെ മന്തിൻ്റെ അവിടെയൊക്കെ ഞാൻ സ്പേസ് വിട്ടേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഇയറിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതൊരു മന്ത് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഒരു അൺഡേറ്റഡ് പ്ലാനർ ടീമിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ സ്റ്റിക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലാനറിൻ്റെ കൂടെ. സോ അതിൽ ഇങ്ങനെ മന്തിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് സ്റ്റിക്ക് ദം ഹിയർ. ആൻഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലുള്ള ഓരോ കവർ പേജും എൻ്റെ പെയിൻറ്റിങ്സ് ആണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ലവ് അബൌട്ട് ദിസ്. അങ്ങനെ ഓരോ മന്തിനും ഓരോ കവർ പെയിൻറ്റിങ്സ് ഉണ്ട്. ദെൻ മന്ത്ലി സ്പ്രെഡ് ഉണ്ട്. എഗെയിൻ മന്ത് അൺഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏത് മന്ത് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ടു ഡു ലിസ്റ്റ്, നോട്ട്സ്, ഇമ്പോർട്ടൻസ്, അങ്ങനെ ഒരുപാട് മന്ത്ലി സ്പ്രെഡ്സ്. പിന്നെ ഈ ഒരു മന്തിൻ്റെ ഗോള്, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ്, അതുപോലെ തന്നെ ഓരോരോ മന്തിനും നമുക്കൊരു അഫർമേഷൻ സെറ്റ് ചെയ്യുന്നതൊക്കെ ഒരു നല്ല ഹാബിറ്റാണ്. അപ്പം അങ്ങനത്തതൊക്കെ ഒരു സ്പ്രെഡ് ഉണ്ട്. ദെൻ യു ഹാവ് എ ഷോപ്പിംഗ് ലിസ്റ്റ്. ആക്ച്വലി ഇതൊക്കെ എനിക്ക് ഞാൻ പ്ലാനർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്പ്രെഡ്സ് ആട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ബഡ്ജറ്റ് പ്ലാൻ. ഇഫ് യു ആർ എ സ്മോൾ ബിസിനസ് ഓണർ ഓർ സംവൺ ഹു വർക്ക്സ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻകം സോഴ്സ് വരുന്ന ബഡ്ജറ്റ് പ്ലാന്. അതായത് ഇന്ന ഡേറ്റിൽ ഏത് സോഴ്സിൽ നിന്ന് ഇത്ര എമൗണ്ട് വന്നു എന്നുള്ളത്. ദെൻ നമ്മളെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ, അതായത് നമ്മൾ എത്രത്തോളം എക്സ്പെൻഡിച്ചർ നമുക്ക് വന്ന് അറ്റ് ലാസ്റ്റ് നമുക്കൊരു പോയിന്റിൽ നമുക്ക് ഈ ഒരു മന്ത് നമ്മൾ സേവ് ചെയ്തൊക്കെയാണോ ഓവർ സ്പെൻഡ് ചെയ്തൊക്കെയാണോ എന്ന് വരെ നോട്ട് ചെയ്യാം. സോ ദിസ് ഈസ് അവർ കംപ്ലീറ്റ് ബഡ്ജറ്റ് പ്ലാനർ. പിന്നെ വീക്ക്ലി സ്പ്രെഡ്സ് ആണ് വരുന്നത്, ഓരോ 7 ഡേയ്സിനുള്ളതും. എഗെയിൻ അൺഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഡേറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഡേക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നോട്ട്സ്, ടോപ്പ് പ്രയോറിറ്റീസ് ഓഫ് ദ വീക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ആൻഡ് ഹാബിറ്റ് ട്രാക്കറിലും ഞാൻ ഡേയ്സ് കൊടുത്തിട്ടില്ല അൺഡേറ്റഡ് ആയതുകൊണ്ട്. അപ്പം മേലെ നിങ്ങൾ വേണം ഡേയ്സ് കൊടുക്കാൻ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ കൊടുക്കാം. ഇവിടെ ഓരോ ഹാബിറ്റും നോട്ട് ഡൗൺ ചെയ്യാം, ദെൻ ട്രാക്ക് ചെയ്യാം ആസ് യൂഷ്വൽ. ആൻഡ് ഓരോ മന്തിൻ്റെയും ലാസ്റ്റ് വി ഹാവ് മന്ത്ലി അക്കംപ്ലിഷ്മെൻറ്റ് സ്പ്രെഡ്. അതായത് ഈ ഒരു മന്തിൽ നമ്മൾ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുള്ളാണ്, നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ കൂടുതൽ നന്നായി ചെയ്യാമായിരുന്നു എന്നൊക്കെ നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രെഡ്. സോ സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ 1-2 മന്ത്ലി കവർ കാണിച്ചു തരാം. നമ്മൾ കലണ്ടറിന് യൂസ് ചെയ്ത പെയിൻറ്റിങ്സ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു വേറെ വേർഷനാണ്. Here you can see the space for month. And at last notes ഒക്കെ എക്സ്ട്രാ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 to 3 pages ഉണ്ട്. So that's it about the planner. So സോഫ്റ്റ് കവറാണ്, സ്പൈറലാണ്. സോ യു ക്യാൻ ജസ്റ്റ് സിംപ്ലി ഫോൾഡ്, ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വിഷൻ ബോർഡിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ വിഷൻ ബോർഡിന് ആവശ്യമുള്ള കുറച്ച് ഇമേജസൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ ഗോൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൊളാഷാണ് കേട്ടോ. ഫോട്ടോസും അഫർമേഷൻസും വേർഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഗോളിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കൊളാഷാണ് ശരിക്കും വിഷൻ ബോർഡ്. അതുകൊണ്ട് തന്നെ ഇതിന് ഡ്രീം ബോർഡ് എന്നും ഗോൾ ബോർഡ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന എവിടെയെങ്കിലുമാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ നമ്മളുടെ ഒരു മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു ഗോൾസ് നമ്മളറിയാതെ സെറ്റാകും എന്നുള്ളതാണ് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ്റെയൊക്കെ തിയറീസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം, നമ്മളുടെ ഗോൾ എന്താണെങ്കിലും അതിൻ്റെ എക്സാക്റ്റ് ഇമേജസ് ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാഗ് വാങ്ങിക്കണം എന്നുള്ളൊരു ഗോളാണെന്ന് വിചാരിച്ചാൽ ആ ഒരു ഏത് ബ്രാൻഡിൻ്റെ ഏത് ടൈപ്പ് ബാഗാണെന്നുള്ളത് ആ എക്സാക്ട് സെയിം ഫോട്ടോസ് വെക്കണം എന്നാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗോൾസൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് അഫർമേഷൻസും കാര്യമൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് എൻ്റെ പ്ലാനിൽ സെറ്റ് ചെയ്തത് കേട്ടോ. ഇതിന് പുറമെ ഫോണിലെ വാൾപേപ്പറായിട്ട് ഞാനത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കാരണം അതെനിക്ക് എക്സാക്റ്റ് വർക്ക് ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു ഇയർ എൻഡിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫ്യൂച്ചർ ടു സെൽഫ് ലെറ്ററാണ് കേട്ടോ.
അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെക്കണം. അതായത് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ എന്തൊക്കെ ഓവർകം ചെയ്യണം, അടുത്ത വർഷം നമ്മൾ എന്തൊക്കെയായിട്ടാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ എഴുതിയിട്ടാണ് ചെയ്യുക. നമ്മളുടെ പ്രോബ്ലംസും നമ്മൾ അച്ചീവ് ചെയ്തതും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നതും ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ തുറക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഇതൊരു ക്ലോസ്ഡ് എൻവലപ്പിലാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. മറ്റേത് നമ്മളെപ്പോഴും പേജ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ അറിയാതെ വായിച്ചു പോകും. അപ്പോൾ ഞാനൊരു എൻവലപ്പിലാക്കിയിട്ട് ഇത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പേജിൽ. എന്നിട്ട് ഇത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം ഗ്ലൂ ഉള്ള ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വർഷം ഇങ്ങനെ പുതിയ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇറ്റ് ആക്ച്വലി വർക്ക്സ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ, ഓൾസോ സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് വീഡിയോ ഓഫ് ദിസ് ഇയർ. See you in the next year with lots of new creative videos. And thank you so much for watching. Wish you all a beautiful year ahead.